ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ രാത്രി 6 മണിയായാലും ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 7:20 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരമൊന്നും ഇരുട്ടിയിട്ടില്ല. അതുപോലെ ചൂടിനും ഒരു കുറവുമില്ല. ഭയങ്കര ചൂടാണ്. ഇതാണ് ഈ കാണുന്നതായിരുന്നു എൻ്റെ റൂം. ഇവിടെ ഞാൻ കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ നിന്ന് ഹാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഫുട്പാത്ത്, പിന്നെ കാറുകൾ, അങ്ങനെയാണ് റോഡ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ തുണിയൊന്നും ഡ്രൈ ചെയ്യാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ വില്ല എടുത്തപ്പോഴേ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അപ്പുറത്തെ വില്ലയിലേക്ക് വന്നിട്ട് യൂസ് ചെയ്തോന്നു. പക്ഷെ ഇവിടെ കീ ഒക്കെ ഉണ്ട്. നമ്മൾ കീ ഇട്ട് തന്നെ തുറക്കണം, അല്ലാണ്ട് തുറക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി വീഡിയോയ്ക്ക് വേണ്ടി തുറന്നിട്ടതാണ്. അപ്പോൾ നമ്മളിവിടെയാണ് ഇങ്ങനെ തുണിയൊക്കെ വിരിക്കുന്നത്. ഇവിടെ എന്താ കുറേ അയാളിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് തുണി വിരിക്കാം. ഇപ്പോൾ എനിക്ക് എവിടെ വേണോ ഇതാക്കാം, എൻ്റെ ഇതിൽ തന്നെ തുണി ഉണക്കായിടണം, അങ്ങനെയൊന്നുമുള്ളൊരു പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇതെന്താ സപ്പോട്ടയാണ്. നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ്. ഇവിടെ ഈ വില്ലയ്ക്കകത്ത് തന്നെ 2 മരങ്ങളുണ്ട്. 2 സപ്പോട്ട, അതുപോലെ 3-4 ഈന്തപ്പനകളുണ്ട്. നമ്മുടെ നാട്ടിലിങ്ങനെ തെങ്ങിൽ ആ തെങ്ങിന്ന് ഈ തെങ്ങിലേക്ക് വലിച്ച് കെട്ടുമ്പോൾ ഒരു വ്യത്യാസം, ഈ ഈന്തപ്പനയെന്ന് ആ പനയിലേക്ക് കെട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ നിറച്ച് കായൊക്കെ പിടിക്കാറുണ്ട്. ഇതാ എൻ്റെ ബക്കറ്റിൽ എൻ്റെ തുണിയോടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം. എന്താ ഈ ഇങ്ങനെ ചട്ടിയിൽ അടുക്കി വെച്ചിരിക്കുന്നില്ലേ ഈ 10 മണി, അതൊക്കെ എൻ്റെ കേട്ടോ. പിന്നെ ഈ ഈന്തപ്പന അത് കുറച്ച് ടേസ്റ്റുള്ള കായ, ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരിക്കൽ. പിന്നെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത് അത്രയ്ക്ക് അങ്ങനെ കഴിക്കാൻ കൊതിയൊന്നും തോന്നിയില്ല. ആദ്യം വന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് കാണുക, പറിക്കുക, തിന്നുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന സമയത്ത് ഇതുണ്ടാവുന്നതും ആ ചൂടിൻ്റെ ഇതുകൊണ്ടാണ് ഇത് പഴുക്കുന്നതും. അതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ നോക്കിയിട്ട് ഇവിടെ വേറൊരു വൃക്ഷങ്ങളും ഇങ്ങനെ കായും പൂവുമായിട്ടൊന്നും നിൽക്കുന്നില്ല ഈ ചൂട് സമയത്ത്. അപ്പോൾ ഒരുപാട് കിളികൾക്കും ഒക്കെ കഴിക്കാനും ഒക്കെ പറ്റും ഈ ഒരു സമയത്ത് ഈ ഒരു കായ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞില്ല വേറൊരു ചിക്കൂസ് ഉണ്ടെന്ന്, അത് അപ്പുറത്തേക്ക് സൈഡിന്. പിന്നെ ആ ഒരു സൈഡിനൊക്കെ കുറേ തക്കാളിയൊക്കെ ഉണ്ട്. ഇതാ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തിങ്ങനെ വീഴും. അത് നമ്മുടെ ചെരുപ്പിലേക്ക് ഇങ്ങനെ ഒട്ടും. അതായത് നമ്മുടെ നാട്ടിൽ ശീമനെല്ലിയില്ലേ, റെഡ് കളറ്, ലൗലോലിക്ക, ഓക്കെ, ആ സാധനം ലൗലോലിക്ക, അതിങ്ങനെ ആ സാധനം ഇങ്ങനെ നാട്ടിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ ആയിരിക്കും. ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു ഈന്തപ്പഴവും തന്നിട്ട് ഒരു ലൗലോലിക്കയും തന്നിട്ട് ഏത് പിക്ക് ചെയ്യാൻ പറയുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നാട്ടിലുള്ള ലൗലോലിക്കയെ പിക്ക് ചെയ്യും. അത് നമ്മൾ കുറേ നാൾ കാണുമ്പം നമുക്കധികം കഴിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ ചെടി. പക്ഷെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ചൂട് കൂടുതലായതുകൊണ്ട് അടിക്കരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടാവും, മുളക്, പിന്നെ കറ്റാവാഴ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ, ഗുഡ് നൈറ്റ്.